അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഈ സാധനം എന്റെ കയ്യിൽ ഒരു വാച്ച് പോലും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചെറിയ സാധനം സെറ്റ് ചെയ്ത് പോകണം. ഇതിങ്ങനെ ചെയ്തതൊന്നും ചോദിക്കരുത്, ഇത് ചെയ്തു. നമുക്ക് വാച്ച് പോലെ ഫോണിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് ഈ സെറ്റപ്പ്. വേറൊരു പണി കിട്ടി. അതായത് ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒന്ന് ടയർ ചെക്ക് ചെയ്യാന്ന് വെച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് പഞ്ചർ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ടയർ ഒന്ന് ചെക്ക് ചെയ്തു. ടയറിന് ചെറിയൊരു കേടുപാട് സംഭവിച്ചു. കാണിക്കാം. ടയറിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടയറൊക്കെ പൊളിച്ചടുക്കി ഒരു ദിവസം എന്തെല്ലാം ടാസ്കുകളെന്ന് ഒരു പാവപ്പെട്ടവൻ്റെ നെഞ്ചിട്ട് വന്നു. എവിടെല്ലാം പോകണം എന്തെല്ലാം കാര്യങ്ങൾ സമയത്ത് എത്തിയില്ലെന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. അങ്ങനെ 250 രൂപ ചെലവാക്കുന്നത് നമ്മളിതാ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ബാലരാമപുരം നിരക്ക് ബാലരാമപുരം പോയി തിരിച്ച് വിളിച്ച് നെയ്യാറ്റിക്കര നോക്കട്ടെ സിറ്റിക്കകത്ത്. അങ്ങനെ നെയ്ത്തില്ല. അതുവരെ പെട്രോൾ കാശ് നിന്റെ കൊച്ചപ്പൻ തരുവോളാം എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ആരോട് ചോദിക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് സെർവർ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാതെ കഴിഞ്ഞിട്ട് കാണാം. ഒരു 286 രൂപ ഒരു ഓർഡർ. ആ ഓർഡർ കഴിഞ്ഞു. നേരെ വന്നതാ വിഭവസമൃദ്ധമായ. പിന്നെ ഞാൻ അങ്ങോട്ട് കഴിക്കാൻ ചെറിയ സ്തവനപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത്ര ഹെൽത്തി അല്ല, പക്ഷെ ഇന്ന് എന്തോ ഇങ്ങനെ ചെയ്യാൻ തോന്നും. അല്ലാത്ത ദിവസങ്ങളിൽ വെള്ളം സാധാരണ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവരും. ഞാൻ പെട്ടെന്നുണ്ടായ സെറ്റപ്പ് ആയതുകൊണ്ട് പെട്രോൾ അടിക്കാനുള്ള അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായതുകൊണ്ട് ഭയങ്കര സംഭവങ്ങളൊന്നും കയ്യിലില്ല. പിന്നെ ഉള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ട് വളരെ വിഭവസമൃദ്ധമായി കഴിക്കാനാണ് തോന്നുന്നത്. ഇന്ന് കഴിക്കുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടില്ല, ടേസ്റ്റിന്. ഓക്കെ, നമ്മുടെ മമ്മൂക്ക കാലിന്റെ മുകളിൽ കട്ടം വയ്ക്കും. ഉള്ള സ്ഥാനം കൊള്ളാം. ഒരു 80 രൂപയുടെ ബിരിയാണിയാണ് വാങ്ങിച്ചത്. നമ്മളെ കൈമനം കഴിഞ്ഞിട്ട് കരമന എത്തുന്നതിന് മുമ്പായിട്ട് ആ പാലത്തിന് ഒരു പീസും പിന്നെ അത്യാവശ്യം ഒരാളുടെ വിശപ്പ് മാറാനുള്ള അളവിന് റൈസും ഉണ്ട്. നൈസാണ്. ഇതൊന്നും പരസ്യമൊന്നുമല്ല കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യണം. കുറെ കാലം കൊണ്ട് വിചാരിക്കുന്നു ചെയ്യണം. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ആരംഭിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ 2 ഫോണില്ല. 2 ഫോണുണ്ടെങ്കിൽ പരിപാടി നടക്കും. ഒന്ന് റെക്കോർഡിങ്ങിന്, പിന്നെ ഒരെണ്ണം ദൈവം ഓടാൻ വേണ്ടി. അവസാനം കയ്യിൽ ടാഗ് ചെയ്ത് നേരത്തെ കണ്ടതാണ്. സംഭവം കൊള്ളാം. നല്ല ബന്ധപ്പെട്ടാണ്. അവരപ്പം കൂടെ ഉള്ളതുകൊണ്ട് വേറെ ലെവല്. പിന്നെ പ്ലഗിന് അടിച്ചിരിക്കുന്ന വെയിറ്റ് ആയതുകൊണ്ട് ഫ്രെയിമിന്റെ ഒരു ബ്യൂട്ടി. ലൈറ്റിന്റെ റിവേഴ്സ് പിടിച്ചാലേ കൊള്ളാവും. പിന്നെ ഇതിനകത്ത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ബ്ലോഗ്, യു നോ. ഇതിൽ ചിക്കൻ പീസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. പക്ഷെ അതല്ല. 80 രൂപയ്ക്ക് നല്ല വർത്താണ്. അടിയിലൊരു മുട്ട ഇരിപ്പുണ്ട്. ഒക്കെ മുട്ട പ്ലസ് ചിക്കൻ. നല്ല എരി. അപ്പൊ അങ്ങനെ ഊണ് കഴിക്കൽ മഹാമഹം കഴിഞ്ഞിരിക്കുകയാണ്. ഊണെല്ലാം കഴിച്ച് പിന്നെ കഴുവാൻ വെള്ളമില്ലാത്തതുകൊണ്ട് സവനപ്പൊക്കെ വെച്ച് കൈ കഴുകി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നൈസാണ്. അതും കഴിഞ്ഞ് ഈ വേസ്റ്റ് എടുത്തു തരണ്ട എല്ലാവരും ഇതൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയും. എന്നെ മാതൃകയാക്കാൻ ധൈര്യമായിട്ട്. കാരണം ഞാൻ നൈസ് പേഴ്സൺ എനിക്ക് തോന്നി. പലരും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നെ പരിചയമുള്ളൂ. അപ്പൊ ഇതൊരു നല്ല ശീലം. ഈ വേസ്റ്റ് നമ്മളെ കയ്യിൽ വെച്ചിരിക്കുക. എവിടെയാണോ ഇത് ഡംപ് ചെയ്യാനുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് കൂട്ട ഇടുന്നത്, അത് ഈ എപ്പിസോഡിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കാണും. അവിടെ കൊണ്ട് ഈ സാധനം നീട്ട് കാണിച്ചു.
അതുപോലെ നമ്മൾ ചിലർ ഈ വേസ്റ്റ് Fold എടുത്ത് ഈ നട റോഡിന്റെ സൈഡിലും ഇവിടെ ഓടയിലൊക്കെ വലിച്ചെറിഞ്ഞു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യും. നമ്മുടെ നാടിന് ഓക്കെ. അപ്പോൾ എല്ലാവരും മാതൃകയാക്കുക. ഞാൻ എൻ്റെ യാത്ര തുടങ്ങുകയാണ്. ഞാനിതാ പോർട്ടർ വീണ്ടും ഓണാക്കാൻ പോകുന്നു. ഓണാക്കി ഗൈസ്, വീണ്ടും ഓണാക്കി. ഇപ്പം അടുത്ത ഓർഡർ പ്രോവർത്തിന് എടുത്താൽ മാത്രം ഒരുപാട് ഓർഡറുകൾ കിട്ടും. അതായത് ഇപ്പൊ ഞാൻ യൂണിഫോം ഇല്ലാത്ത രീതിയാണ്. അപ്പൊ ഈ യൂണിഫോം ഇട്ട് ഓടുന്ന ഒരു അതായത് 110 199 രൂപ 2 അത് അവിടെ പോയി അവരുടെ ഓഫീസിൽ പോയി വാങ്ങുന്ന കാശ്. അങ്ങനെ പോയി വാങ്ങിച്ചാൽ മാത്രമേ അടുത്ത ഈ അപ്ഗ്രേഡ് ആയി. അപ്പോൾ എന്നാലേ നമുക്കൊരു 10 സെക്കൻഡിനകത്ത് ഉള്ള ഓർഡേഴ്സ് എടുക്കാൻ പറ്റും. 10 സെക്കൻഡ് കഴിഞ്ഞേ നമുക്ക് ഓർഡർ അറ്റൻഡ് പറ്റും. അതാണ് ഇപ്പോൾ പോർട്ടറിൻ്റെ ഒരു രീതി. ഓക്കെ, അതാ കസ്റ്റമർ കോൾ ചെയ്യുന്നുണ്ട്, ഒരു ഓർഡറിൽ പോവാൻ. ഓക്കെ, എവിടെയാണെന്ന് നോക്കാം. അങ്ങനെ ആ ഓർഡർ കൊണ്ട് കൊടുത്തു. കൊടുത്തെടുത്ത് അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കുറച്ചുള്ളിലോട്ടുള്ള സാധനമാണ്, അത് മാത്രമല്ല മൈനസായി റീചാർജ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ അടിക്കൂല എന്നാണ് തോന്നുന്നത്. പക്ഷേ മൈനസ് ആയ സമയത്തും തിരക്കുള്ള പറല്ലോ അടിച്ചിട്ടുണ്ട്. നല്ല ടാനായിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് കാര്യമില്ല, ജീവിക്കണ്ടേ. ഈ സാധനത്തിൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്നുള്ളത്. ഓക്കെ, അടുത്ത ഓർഡർ ഇവിടെ മൈജീരിനടുത്ത് മറ്റൊരു മൈജീരി നമുക്ക് കസ്റ്റമറിന് കിട്ടാൻ വേണ്ടിയിട്ട് പോകണം. ഒരു പത്തൊക്കെ മറ്റൊക്കെ അത് മൈജീരിക്ക് കുറച്ച് AC ഒക്കെ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ വീണ്ടും തെരുവിലേക്ക് ഇവിടെ നിന്ന് മൈജിൽ ഫോണ് കിട്ടി. ഫോണ് ഏത് ഭാഗ്യമാണ് ഫോണ് പറയാൻ സാധിക്കുന്നത്. എന്തോ ഒരു പ്രോമാക്സ് ആണ്. പ്രോമാക്സ് അറിയില്ല, പക്ഷെ എന്തോ ഒരു പ്രോമാക്സ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ട്രിപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഗൂഗിൾ മാപ്പിന്റെ വാക്ക് കേട്ട് കിട്ടിയ പണികളിൽ വീണ്ടും കൂടെ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും വണ്ടി ഇനി സൈലൻസറാണ് മുങ്ങണെന്നുണ്ടെങ്കിൽ അത് ശരിയാവും. നമ്മളെ ലുലുമാളിന്റെ ഓപ്പോസിറ്റ്. അങ്ങനെ വെളുത്ത് ഗൈസ്, വണ്ടി മൊത്തം നനഞ്ഞ്, വണ്ടിയുടെ ടോപ്പ് വരെ നനഞ്ഞ്, കംപ്ലീറ്റ് നനഞ്ഞിരുന്ന ബാഗ് നനഞ്ഞ്, ഫോൺ വരെ നനഞ്ഞു. എന്നുവെച്ചാ ഇത്രയും അളവിന് നമ്മളെ കാലിന്റെ ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു. സൈലൻസ് അത് മുങ്ങി. അത്ര അളവിന് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാഹസിക പ്രകടനത്തിലൂടെ ഞാനത് ക്രോസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് കാണുന്നത്. ഇത്രയും പ്രശസ്തമായ ലുലുമാളിന്റെ ഫ്രണ്ടിലുള്ള അവസ്ഥ. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു വണ്ടിയുടെ പെട്രോൾ ടാങ്കിന്റെ അവിടം വരെ വെള്ളം. എവിടെയായിട്ട് വെള്ളത്തിൽ തോന്നി വണ്ടിക്കൊന്നും പറ്റില്ല. ഒറ്റ സ്റ്റെപ്പിന് പോകുന്നു. ഇവിടെ വരെയൊക്കെ വെള്ളം നനയണം എന്നുണ്ടെങ്കിൽ ആ കുഴിയുടെ ആഴമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഹെഡ്ലൈറ്റിന്റെ പോർഷൻ വരെ മുങ്ങിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ തെറിച്ചു. ഹെഡ്ലൈറ്റിന്റെ പോർഷന്റെ തൊട്ട് താഴെ വരെ വെള്ളം. ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഏരിയ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഓർഡറുകൾ വരാനുള്ള സാഹചര്യം കൂടുതൽ. അപ്പം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന്. ഇതിപ്പോൾ മൈജീര വടക്കേപ്പുറം. വടക്കേപ്പുറമാണെന്ന് പറഞ്ഞൂടാ, ഒരു പുറം ഫുൾ ഓഫ് ഗേൾസ്. അത് അപ്പം ശരി, നേരെ ഗൈസ് ഇവിടെ നിന്നിട്ട് ഇപ്പം തോന്നില്ല.
പിന്നെ ഒരു കാര്യം, ഇതിന്റെ പ്രീമിയം എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കുറയും എന്നാണ് പറഞ്ഞത്. പ്രീമിയം എടുത്ത് യൂണിഫോം ഒക്കെ ഇട്ട് എടുക്കുമ്പോഴത്തേക്ക് യൂണിഫോം ഇട്ട് ഫോട്ടോ അയച്ച് അതിൻ്റെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത്രയ്ക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള പറപ്പറന്നുള്ള ഓർഡേഴ്സ് വരുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഓർഡർ വരാൻ ഡിലേ അടിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായിരുന്നാലും ഒന്ന് നോക്കാല്ലേ. ആകാം. അപ്പോൾ നമുക്ക് പോർട്ടറിന്റെ ഓഫീസ് വരെ നോക്കാം. ഓക്കെ, ഇവിടെ ശ്മശാനം. ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറ്റില്ല. ഏതാണ്ട് ഒരു IT കമ്പനിയുടെ ഒരു പച്ച കളറുള്ള സോഫ സെറ്റ്, അതിലിങ്ങനെ ഇരിക്കുകയാണ്. ഒരു വക്ക് കൂട്ടി റൂമിന്റെ സൈഡിൽ. എത്ര നേരം ഇരിക്കേണ്ടി വരും എന്നറിയാൻ പാടില്ല. നോക്കാം. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യും. ക്ഷമയോടെ ഇരിക്കാം ഇല്ലേ? ഹായ് ഗൈസ്, ഇങ്ങനെ പോർട്ടറിൻ്റെ യൂണിഫോമിലേക്ക് കടന്നിരിക്കും. ഒരു റോയൽ ബ്ലൂ കളർ നേവി ബ്ലൂ കോസ്റ്റ്യൂമറാണല്ലോ. റോയൽ ബ്ലൂ ഏതാ നേവി ബ്ലൂ ഏതാന്ന് ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല. എനിക്ക് കൺഫ്യൂഷനായി. ഓക്കെ, എന്തായിരുന്നാലും ഒരു ബ്ലൂ, ആ കളറിലുള്ള ഷർട്ട്. വെയിലത്ത് ഇതെങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇച്ചിട്ട് കുഴപ്പമില്ല, നല്ല എയർ സർക്കുലേഷനുള്ള പോലത്തെ ഒരു ഇതാണ്. നല്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. ചുമ്മാ തീരെ തറലോക്കൽ സാധനമല്ല. ഇടാനൊക്കെ ലൈറ്റ് വെയിറ്റ്, നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ XXL വാങ്ങിച്ചു. കാരണം നമ്മളെ സൈസ് നോർമലി XXL ടീഷർട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു XXL ടീഷർട്ട് പറയണം. കാരണം സൈസ് കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, ആദ്യം എടുത്തിട്ട് ടീഷർട്ട് കറക്റ്റ് എനിക്ക് XL ആണ് സൈസ്. പക്ഷേ ഞാൻ XL എടുത്തിട്ടപ്പോൾ എനിക്ക് പറ്റില്ല. ഞാൻ XXL ഇട്ടപ്പോൾ എനിക്ക് ഷോൾഡർ സൈസൊക്കെ എനിക്ക് കംഫർട്ടായി, ഒക്കെ ആയിട്ട് കിട്ടി. അതുപോലെ പറയുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നൈസായിരിക്കും. അപ്പോൾ അടുത്ത ഓർഡർ അടിക്കുമ്പോൾ ബാക്കി വിശേഷങ്ങൾ വരും, നമ്മൾ സംസാരിക്കും. അങ്ങനെ വെറും 413 രൂപയും സമ്പാദിച്ചുകൊണ്ട് ഇന്നത്തെ ഐറ്റം സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് 413 രൂപ ഒപ്പിക്കാൻ പറ്റുള്ളൂ. വേറെ നല്ല യൂണിഫോം വാങ്ങണമായിരുന്നു, പിന്നെ അല്ലറ ചില്ലറ ചിലവുകൾ എല്ലാം സെറ്റ് ആക്കണമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ബൈക്ക് അവിടെ വെച്ചിട്ട് ബസ്സിലൊക്കെ ഉണ്ട്. ഓക്കെ, നാളെ പൊളിക്കാം. ഓക്കെ, ഹെൽമെറ്റൊക്കെ ഉണ്ട്. ബസ്സിൽ ഹെൽമെറ്റും കൊണ്ട് വരാൻ പറ്റ പാട് എനിക്കും ദൈവത്തിന് അറിയാവും. ഓക്കെ.